നോക്കുന്നത് എൻ്റെ വീട്ടിൽ കുറച്ച് പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി കേട്ടോ. ഞാൻ അവരെ കാണാനുള്ള നല്ല ത്രില്ലിലായിരുന്നു. പക്ഷേ എന്നെ അതിനകത്ത് കയറ്റുന്നതിന് പകരം ഈ വീട്ടിലെ മൂത്ത പുത്രിയും കൊണ്ട് അച്ഛനകത്തേക്ക് പോയി കോഴിക്കുഞ്ഞുങ്ങളാക്കി എടുത്തു വരെ കാണിച്ചു ഗൈസ്. എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പറയല്ല, കോഴിയെ കൊഞ്ചിക്കാനൊന്നും അവൾക്കറിയത്തില്ല. കോഴിയെ കൊഞ്ചിക്കാൻ കൊടുത്തപ്പോൾ കോഴിയുടെ തലയിൽ ചുരണ്ടി നോക്കിയ മുതലാണ്. എന്നിട്ട് പറയുക ഇതിനകത്ത് മാംസമൊന്നും ഇല്ലല്ലോ എന്ന്. കോഴി എന്ന് പറഞ്ഞാൽ ചിക്കൻ കാല് കടിച്ചു പറിക്കുക, കോഴി ഇടുന്ന മുട്ടയുടെ മുട്ട പുഴുങ്ങിയും പുളിച്ച അടിച്ച് തിന്നുക. ഇതൊക്കെയാണ് അവളുടെ ലോകം. അവളുടെ അടുത്ത് കോഴിക്കുഞ്ഞിനെ കൊഞ്ചിക്കാൻ കൊടുത്താൽ പിന്നെ എങ്ങനെ ഇരിക്കും? ഇതൊക്കെയാണ് ഗൈസ് ഞാൻ പറഞ്ഞ പാർഷ്യാലിറ്റി. ആദ്യമേ എന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്, അതിന് പകരം അവളെ കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ കെഞ്ചി കരവിയപ്പം അച്ഛൻ ഡോറ് തുറന്നു തന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ വീണ്ടും എൻ്റെ നെഞ്ച്, എൻ്റെ ഹൃദയം പൊട്ടി വിങ്ങി എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്. കാരണം ഈ കൂട് എൻ്റെതാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കൂടായിരുന്നു. ഞാൻ പിന്നെ മൂക്കൊക്കെ കയറ്റി അകത്തൂടെ നോക്കി. അതെ, ഇതെൻ്റെ കൂട് തന്നെയാണ്. അച്ഛൻ കൂട് തുറന്നു തന്നെങ്കിൽ അതിനകത്തേക്ക് കയറാൻ ഞാനൊന്നും മടിച്ചു. കാരണം വേറൊന്നുമല്ല, ഇതിനകത്ത് കുറേ പാത്രവും ചട്ടിയും കലമൊക്കെ വെച്ചേക്കുന്നു. ഇനി ഞാൻ എങ്ങാനും കയറി ഇതെങ്ങാനും തട്ടി വീണിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചാലോ? എൻ്റെ ഒരു വലിയ മനസ്സേ, നന്മ നിറഞ്ഞ മനസ്സാണ് എൻ്റെത്. അങ്ങനെ അച്ഛൻ പാത്രമൊക്കെ ഒതുക്കി വെച്ച് തന്നെങ്കിലും എൻ്റെ ഈഗോ അതിനകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. പിന്നെ അച്ഛൻ കുറേ തവണ കയറിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് കയറി. എൻ്റെ ശിവനേ, ഇതേത് ജില്ല മൊത്തം തൂറി നാട്ടിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. അവർക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കി. ഇന്നലത്തെ വെളിച്ചെന്തോ കറിയാണ്. പിന്നെ ഞാൻ അതിനകത്ത് അധികം നേരം നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് എസ്കേപ്പായി. മാറി നിൽക്കണം അങ്ങോട്ട്. എന്നിട്ട് ഞാൻ ഇറങ്ങി. കൂടിന് ചുറ്റും കുറച്ചു നേരം വിഷമത്തോടുകൂടി വെള്ളം വെച്ചെങ്കിലും ഞാൻ നല്ല മനസ്സിനുടമയായ വ്യക്തിയാണല്ലോ എന്നാലോചിച്ചപ്പോൾ ഞാൻ കുറച്ചു നേരം വിദൂരതയിലേക്ക് നോക്കി നിന്നിട്ട് ആ വിഷമം അങ്ങ് വിട്ടു.